മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. എന്താണോ വാര്യരെ ചാട്ടമൊക്കെ പേച്ചു എന്നാണല്ലോ ഈ കേൾക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലത്തിലേക്കാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസ് ഇപ്പോ സ്ഥാനാർത്ഥിയാക്കിയത്. വളരെ വ്യക്തമായിട്ട് നമ്മളൊക്കെ സന്ദീപ് വാര്യര് BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചാടിപ്പോയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരള രാഷ്ട്രീയത്തില് സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവിനെ ഒതുക്കാൻ കോൺഗ്രസ് നേതാക്കന്മാരെ പോലെ മികവുള്ള മറ്റ് നേതാക്കന്മാരില്ല എന്ന്. ആ പറഞ്ഞത് വെറുതെ അല്ല എന്നുള്ളത് ഇപ്പോഴെങ്കിലും സന്ദീപ് വാര്യർ തിരിച്ചറിഞ്ഞില്ലേ? സന്ദീപ് വാര്യർ റീലൊക്കെ ആയിട്ട് രംഗത്തെത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ നോക്കിയത് തൃശ്ശൂർ എവിടെയെങ്കിലും ഒന്ന് മത്സരിക്കാനായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് DCC തന്നെ ഒറ്റക്കെട്ടായിട്ട് ഓടിച്ചോ. അവര് തന്നെ സ്വയം പ്രഖ്യാപനവുമായിട്ട് രംഗത്തെത്തി, ഇവിടെ സ്ഥാനാർത്ഥി മോഹവുമായിട്ട് ആരും തിരിഞ്ഞു കളിക്കണ്ട എന്ന്. അതിനുശേഷം സന്ദീപ് വാര്യര് പാലക്കാട് ലക്ഷ്യം വെച്ച് അവിടെ നിന്നൊന്ന് തിരിഞ്ഞു കളിച്ചോ. അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും ടീമും സന്ദീപ് വാര്യരെ ഓടിച്ചു. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് തവനൂരായിരുന്നു. തവനൂർ ഒരു ഫ്ലെക്സ് ബോർഡ് ഉൾപ്പെടെയൊക്കെ നമ്മളൊക്കെ തന്നെ കണ്ടു, മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് VS ജോയും കൂട്ടരും പല രീതിയിലുള്ള പോസ്റ്ററുകളൊക്കെ നമ്മൾ കണ്ടു, പല രീതിയിൽ സന്ദീപിനെ ഓടിക്കാനുള്ള. ഏതായാലും VS ജോയും കൂട്ടരും അവിടെ നിന്ന് സന്ദീപിനെ ഓടിച്ചു. ഇപ്പോ എവിടെയും ഇല്ലാതെ ഓടിക്കളിക്കുന്ന സന്ദീപിനെ പിടിച്ച് തൃക്കരിപ്പൂരിലേക്കാണ് ഇപ്പോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത്. നമുക്ക് എത്ര 8 നിലയിൽ പൊട്ടുമെന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. അതിന് നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറയില്ല, മറിച്ച് അവിടെ 2011 മുതലുള്ള കണക്കാണ് ഞാനെന്ന് എടുത്ത് മുന്നോട്ട് വെക്കുന്നത്. 2011 അവിടെ CPM സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളത് 8765 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് 2011 CPM ജയിച്ചിട്ടുള്ളത്. ഇതേ മണ്ഡലത്തിൽ ഇനി 2016 CPM വിജയിച്ചിട്ടുള്ളത് 16,959 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അതായത് 2016 16,959 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ CPM സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. അത് കഴിഞ്ഞ് 2021 ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പില് അവിടെ CPM സ്ഥാനാർത്ഥി വിജയിക്കുന്നത് 26,137 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്. അതായത് CPM-ന് ഏതൊരാൾ അവിടെ നിർത്തിക്കഴിഞ്ഞാലും പാട്ടും പാടി ജയിക്കുന്ന ഒരു സീറ്റാണ് ഈ പറയുന്ന തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. അവിടേക്കാണ് ഈ പറയുന്ന സന്ദീപ് വാര്യരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ഇനി CPM അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് ഒരു VP മുസ്തഫ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടിയാണ്. മൗദൂദികളുടെ നേതാവായിട്ടുള്ള ദാവൂദ് ഉണ്ടല്ലോ, അടുപ്പ് കൂട്ടി ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ദാവൂദിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വന്നാൽ മുസ്ലിം വോട്ട് അങ്ങോട്ടേക്ക് പോകുമെന്ന് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ വലിയ അടി വേറെയും സന്ദീപിന് കിട്ടാൻ പോകുന്നു. ഇത് ഞാൻ ദാവൂദിന്റെ ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമൊന്നുമല്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി വലിയ സംവിധാനമൊക്കെ കൊണ്ടു നടക്കുന്ന ആളാണല്ലോ. അപ്പൊ ആ രീതിയിൽ ദാവൂദ് പറയുന്നത് നോക്കുമ്പോ മുസ്ലിം സ്ഥാനാർത്ഥിയാണ് LDF അവിടെ നിർത്തിയിട്ടുമുള്ളത്. അങ്ങനെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും സന്ദീപ് 8 നിലയിൽ പൊട്ടുന്ന ഒരു സീറ്റ് തന്നെയാണ് കോൺഗ്രസ് വെച്ച് നീട്ടിയിട്ടുള്ളത്. പിന്നെ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു, ഈ ജാതി ഒരു പണി സന്ദീപിന് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മൾ ഒരുപാട് ആളുകൾ കേരള രാഷ്ട്രീയത്തില് പാർട്ടിയൊക്കെ മാറുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മാറിയിട്ടുണ്ട്. ഈ അടുത്ത് പോലും തളിപ്പറമ്പില് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഈ TK ഗോവിന്ദൻ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹമൊക്കെ പാർട്ടി മാറി UDF-ലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. ഈ പറയുന്ന TK ഗോവിന്ദൻ അവിടെ സ്ഥാനാർത്ഥിയാവുമ്പോഴും പറയുന്നത് എന്താ, അവിടെയുള്ള നേതാക്കന്മാർ CPM-ന്റെ നേതാക്കന്മാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അതിലപ്പുറം ഒന്നും പറയുന്നില്ല. തട്ടിപ്പ് വെട്ടിപ്പ് കുടുംബാധിപത്യം എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. അതേസമയം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എത്തിയിട്ട് എന്താ ചെയ്തത്? എന്തൊക്കെ വിളിച്ചു പറയാ, ഞാൻ ഇത്രയും കാലം നിന്ന ആശയം മൊത്തം തെറ്റാണ്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പാർട്ടി മാറിയിട്ട് വിളിച്ചു പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു 10-40 വയസ്സായിട്ടുള്ളൊരു വ്യക്തിയെ രംഗത്തെത്തിയിട്ട് പറയാ
ഞാൻ ഇത്രയും കാലം നിന്ന് സകല ആശയം തെറ്റായിരുന്നു. RSS അങ്ങനെ, മോദി ഇങ്ങനെ, RSS മേധാവി അങ്ങനെ, ഇത്രയൊക്കെ വിളിച്ചു പറഞ്ഞ ഒരാൾക്ക് ഇജ്ജാതി ഒരു പണി കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. ഇതൊക്കെ ഓരോ മലയാളിയും ബോധത്തോടു കൂടി ഒന്ന് ചിന്തിക്കേണ്ടതാ. സന്ദീപ് എത്ര സ്ഥലത്ത് പോയിട്ട് കാല് പിടിച്ചിട്ടുണ്ട്. ഓടി പാണക്കാടെത്തി. പാണക്കാട്ട് നിന്ന് സ്വീകരണം വലിയ രീതിയിൽ. ആ സ്വീകരണം കണ്ട് സന്ദീപ് അങ്ങ് വിചാരിച്ചു, എന്നെ ഇപ്പൊ അങ്ങ് MLA ആക്കുന്നത്. ഈ പാണക്കാടാണെങ്കിലും ഈ പറയുന്ന കോൺഗ്രസിലാണെങ്കിലും ഒക്കെ തന്നെ മോദിയെ തെറി വിളിക്കാൻ, RSSനെ തെറി വിളിക്കാൻ ഒരു ആളെ വേണം. അതിലപ്പുറമൊന്നും ഒരു ക്വാളിറ്റിയും സന്ദീപിൽ കാണാത്തത് കൊണ്ടാണല്ലോ ഈ 8 നിലയിൽ പൊട്ടുന്ന തൃക്കരിപ്പൂര് തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി കൊടുത്തത്. മുസ്ലിം ലീഗ് ഒന്നും അടുപ്പിച്ചിട്ട് പോലില്ല. അവരവരുടെ പാർട്ടിയുടെ ഈ സന്ദീപ് കരുതിയത് അങ്ങോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാല് വലിയ രീതിയിൽ അങ്ങ് പിന്തുണച്ച് തവനൂരൊക്കെ അങ്ങ് സീറ്റ് കിട്ടുമെന്നായിരുന്നു. മുസ്ലിം ലീഗ് ഒന്നും മൈൻഡ് വെച്ചില്ല. അവര് VS ജോയിക്കൊപ്പം പിന്തുണച്ചു നിന്നു. കോൺഗ്രസ് VS ജോയിയെ തവനൂര് സ്ഥാനാർത്ഥിയാക്കി. ഏതായാലും സന്ദീപിന് 1.5 പണിയാണിപ്പോ വന്നിട്ടില്ല. 8 നിലയിൽ പൊട്ടുന്നത്. കോൺഗ്രസിലേക്കൊക്കെ ചാടിപ്പോവാനൊക്കെ ആഗ്രഹിക്കുന്ന സകല ആളുകളും ഗതി കിട്ടാതെ നടക്കുന്ന സന്ദീപിനെ കുറിച്ചൊക്കെ ഓർത്തിട്ട് കോൺഗ്രസിലേക്കൊക്കെ ചാടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ എന്താ കരുതിയിട്ടുള്ളത്? K സുധാകരന് എന്ന് പറയുന്നത് ഒരു 10-20 ആളുകൾക്കൊക്കെ സീറ്റ് കൊടുത്ത് നീ അവിടെ മത്സരിക്ക്, ഇവിടെ മത്സരിക്ക്, തന്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ഒരു 10-20 ആളുകളെയൊക്കെ മത്സരിപ്പിച്ച് ഒരു കരുത്തനായ നേതാവാണ് K സുധാകരൻ എന്നല്ലേ നമ്മളൊക്കെ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നത്. ആ K സുധാകരൻ ഇന്ന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിലവിളിച്ച് നടക്കുക. സ്വന്തം ജില്ലയില് ഒരു കണ്ണൂർ സീറ്റിലൊന്ന് മത്സരിക്കാൻ നിലവിളിച്ച് നടക്കുക. തമ്പ് തല്ല. മെയിൻ നേതാക്കന്മാര് സുധാകരന്, KC വേണുഗോപാൽ, സതീശനൊക്കെ അടിയ. ഈ തമ്പ് തല്ലിയിട്ട് K സുധാകരന് പോലും സീറ്റ് കിട്ടാതെ മുന്നോട്ട് പോകുന്ന കോൺഗ്രസിലേക്കാണ്. ഇരിക്കാനൊരു ചെയർ കിട്ടിയില്ല എന്ന് പറഞ്ഞ് സീറ്റിന് വേണ്ടി സന്ദീപ് വാര്യർ എടുത്ത് കോൺഗ്രസിലേക്ക് ചാടിയത്. എന്തൊക്കെ പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസിലേക്കാ. വെറുതെയല്ല അന്നേ BJP ലീഡേഴ്സ് ഒക്കെ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചത്. ഇനി സന്ദീപിനെ ഒതുക്കുന്ന കാര്യം കോൺഗ്രസ്സുകാർ നോക്കിക്കോളൂ. അതങ്ങനെയാണല്ലോ. കോൺഗ്രസിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാ. കോൺഗ്രസിന് ഉള്ളിലുള്ള നേതാക്കന്മാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മ് തല്ലായിരിക്കും. ഒരു കോൺഗ്രസ് നേതാവിന് CPM നേതാവിനോടുള്ളതിനേക്കാൾ ദേഷ്യവും വാശിയും പ്രശ്നവും വൈരാഗ്യമൊക്കെ ഉണ്ടാവുക കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയാ. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നമായിരിക്കും. അതാണല്ലോ നമ്മളിപ്പോ. അല്ലെങ്കിലും K സുധാകരൻ ഒരു സീറ്റ് കൊടുത്തൂടെ? നമ്മളൊക്കെ പുറത്തുള്ള ആളുകളാണ്. പുറത്തു നിന്ന് നോക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ K സുധാകരൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സമാനതകളില്ലാത്ത രീതിയിൽ കണ്ണൂരിലെ കോൺഗ്രസിനെ സുധാകരൻ വളർത്തി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ സുധാകരന് ഒരു സീറ്റ് കൊടുക്കാതിരിക്കുക ഈ പറയുന്ന സതീശനും KC വേണുഗോപാലൊക്കെ. ഇതാണ് അവസ്ഥ കോൺഗ്രസിന്റെ. ഇവരൊക്കെ കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തിയാൽ യജ്ജാതി ഗതികേടും തമ്മിൽ നമ്മൾ കാണേണ്ടി വരും. അപ്പൊ ബോധവും വിവരമുള്ള ആളുകളൊന്നും കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇതിന് അധികാരത്തിലേക്ക് എത്തിയാൽ മുഖ്യമന്ത്രിയൊക്കെ തിരഞ്ഞെടുക്കാൻ ഒരു കൊല്ലം കിടക്കും. സുധാകരൻ ഒരു ഭാഗത്ത്, സതീശൻ ഒരു ഭാഗത്ത്, KC വേണുഗോപാൽ മറ്റൊരു ഭാഗത്ത് അടി അയക്കൂ. ഏതായാലും സന്ദീപ് വാര്യരുടെ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ 8ന്റെ പണി തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ സന്ദീപിന് വെച്ചു കൊടുത്തത്. നമ്മളൊക്കെ അന്നേ പറഞ്ഞതാ, സന്ദീപിന് ഇനി കോൺഗ്രസ്സുകാർ നോക്കിക്കോളും എന്നുള്ളത്. അത് സകല മലയാളികൾക്കും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയാൻ സാധിച്ചില്ലേ?